Aquastar Rainwater Pipes. മറ്റെല്ലാം ചുമ്മാ. ഞാൻ ഇന്ന് ഇവിടെ ഉള്ളത് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് ഗസ്റ്റുമായിട്ടാണ്. വേറെ ആരുമല്ല, എംന റാണി മാമാണ്. നമസ്കാരം. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ഉള്ളൊരു ഷോയാണ്. ആർക്കും ദേവേട്ടനും മക്കളും ഫുൾ സപ്പോർട്ടായിരിക്കും. ഞാൻ എന്തിനും ഇറങ്ങി തിരിച്ചാലും അത് ഞാൻ ചെയ്ത സമയത്ത് ഒരുപാട് പേര് എന്ന് വെച്ചാൽ നമ്മളിപ്പം 100 പേരിൽ 99.9% പേരും പോസിറ്റീവായി കണ്ടെങ്കിലും ഒരു 0.1% അതിനെ നെഗറ്റീവായി കണ്ടവരും ഉണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞങ്ങളെ നല്ല മൊമെന്റ്സ് ഒക്കെ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇടാറുണ്ട്. ചിലരെങ്കിലും ചോദിക്കും ഇവർക്ക് എന്തിൻ്റെ കുഴപ്പം, ഇവരുടെ പേഴ്സണൽ ലൈഫൊക്കെ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ട് എന്ന് വേറൊരു രീതി പറയുന്നവരുണ്ട്. ബിഗ് ബോസിനകത്ത് ഞാൻ ഇത്രയും സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും എനിക്ക് ഉള്ള ഒരു വ്യക്തിയാണ് ജനങ്ങളുടെ. ഈ വിജയിച്ചിട്ട് വരും, തോറ്റു കൊടുക്കില്ല, കപ്പടിക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പോലുള്ള സ്ത്രീകൾക്കും കപ്പടിക്കാൻ പറ്റും എന്നൊന്ന് കാണിച്ചു കൊടുക്കണം. അതെ, തീർച്ചയായും. തൊടയഴകി ഇടുപ്പഴകി എന്നൊക്കെ പറയുന്ന പോലെ ഈ തൊടറാണി എന്ന് പറഞ്ഞ ഒരു സംഭവം, അതെന്താണ് സംഭവം? എന്റെ ഒരു വോട്ട് ചെയ്താൽ ഒരു കണ്ടസ്റ്റൻസ് തിരിച്ചു വരും, അങ്ങനെ ഉള്ള ആരെങ്കിലും? ബിഹൈൻഡ് എക്സ്ക്ലൂസീവിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉള്ളത് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് ഗസ്റ്റുമായിട്ടാണ്. വേറെ ആരുമല്ല, മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എംന റാണി മാമാണ്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാം നല്ല വിശേഷം. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സിനിമ, സീരിയൽ ഇതൊക്കെ എല്ലാവരും അക്സെപ്റ്റ്. പക്ഷെ ഇപ്പൊ അതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ എന്താ പറയാ, ബിഗ് ബോസിൽ ആരാ ഉണ്ടാവുക? അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ബിഗ് ബോസിലോട്ട് സെലക്ട് ആയ എന്തായിരിക്കും? അല്ല, അതൊരു വലിയൊരു എക്സ്പീരിയൻസ് അല്ലേ ശരിക്കും. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ഉള്ളൊരു ഷോയാണ്. ആർക്കും അല്ലെ, ഒരു നമ്മുടെ ഒരു സാധാരണ ഒരു വീട്ടമ്മയ്ക്കും പോയി ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ ഷോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ടി വിയിൽ. നമ്മൾ ഇതിന് മുന്നേ ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഷോസ് വരുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സാധാരണക്കാർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റും. അത്രയും വലിയൊരു അവസരമുള്ള, നമ്മളെ അത്രയും എക്സ്പോഷർ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ പോലൊക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റുകൾക്കൊക്കെ അതൊക്കെ കിട്ടിയ കുറച്ചുകൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. അപ്പൊ ഒത്തിരി സ്ട്രാറ്റജീസും ഒത്തിരി കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് അവിടെ പോകുമ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന കാര്യം. അപ്പൊ അങ്ങനെ ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സ്ട്രാറ്റജി ആയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവിടെ നിൽക്കാൻ പോകുന്നത്? ഒരു വീട്ടമ്മയായിട്ടാണോ, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഫൈറ്റർ ആയിട്ടാണോ, എന്തായിരിക്കും ചെയ്യാൻ? എനിക്ക് ഇങ്ങനെ ചോദിച്ചാൽ എനിക്കൊരു പ്ലാനും ഇല്ല ഇപ്പൊ പറയാൻ. പക്ഷെ ഞാനെന്ന ഒരു എംന റാണി എന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പൊ എൻ്റെ ലൈഫിലെ വളരെ എന്താ പറയാ യാദൃച്ഛികമായി തന്നെ വീണ്ടും ഒരു ലൈഫിലേക്ക് വരികയും രണ്ടാമത് വിവാഹം കഴിക്കുന്നു, 2 പെൺകുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്കുള്ളൊരു ജീവിതത്തിൽ പുതിയൊരാൾ ഞങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നു. ദേവേട്ടൻ ഇപ്പൊ എല്ലാവർക്കും അറിയാം, ദേവേട്ടനെ അറിയാം. അപ്പം നമ്മൾ കമന്റ്സിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് ഈ 2 പെൺകുട്ടികളെയും വെച്ചിട്ട് ഈ പ്രായത്തിൽ കയറി കല്യാണം കഴിക്കാൻ ഇവർക്ക് എന്താ എന്നൊക്കെ രീതിയിലും നമ്മൾ എന്താ ഈ യൂട്യൂബിലൊക്കെ വന്ന ഓരോ ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനെന്ന പേഴ്സൺ ഇപ്പം ബിഗ് ബോസിൽ പോയാലും എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, സമൂഹത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെയൊക്കെ ഉള്ളിൽ ഒരു പാർട്ട്ണർ വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഫാമിലിയുടെ പ്രഷർ, സമൂഹം എന്ത് പറയും എന്നുള്ള ഇതൊക്കെ കൊണ്ടിട്ട് അത് ചെയ്യാൻ ഒരു ധൈര്യം കാണിക്കാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് നമുക്ക് ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത പലരും ഉണ്ട്. ഞങ്ങളുടെ ഇൻ്റർവ്യൂസും ഒക്കെ കണ്ടിട്ട് അവർക്ക് ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് പേര്. അത് പുരുഷന്മാരും ഉണ്ട് കേട്ടോ. പുരുഷന്മാരും ദേവേട്ടനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ ഡിവേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരു വിവാഹം ചെയ്യാൻ അവർക്ക് മനസ്സുണ്ട്, എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതുമൊക്കെ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇനി ഒരു ലൈഫ് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ, ഒരു പ്രായം എന്ന് പറയുന്ന ഇതിനൊന്നും ഒരു തടസ്സമല്ല. ഏത് ഏജിലും നമുക്ക് വിവാഹം കഴിക്കണമെങ്കിൽ വിവാഹം കഴിക്കാം, ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് കളിക്കാം, കുതിരപ്പുറത്ത് കയറണമെങ്കിൽ കുതിരപ്പുറത്ത് കയറാം, എന്തും നമുക്ക് ചെയ്യാം. പക്ഷെ അതിനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. അപ്പം അത് ഏത് ഏജിലുള്ളവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് സൊസൈറ്റിയോട് പറയണം എന്ന് എനിക്കുണ്ട്. അത് ഞാൻ പലപ്പോഴും എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞങ്ങളുടെ നല്ല മൊമെന്റ്സ് ഒക്കെ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇടാറുണ്ട്. ഞാൻ ഇടാറുണ്ട്. അപ്പൊ ചിലരെങ്കിലും ചോദിക്കും ഇവർക്ക് എന്തിൻ്റെ കുഴപ്പം, ഇവരുടെ പേഴ്സണൽ ലൈഫൊക്കെ ഇങ്ങനെ കാണിക്കേണ്ട കാര്യം എന്താ എന്ന് വേറൊരു രീതി പറയുന്നവരുണ്ട്. ഞാനെന്തോ ഷോ ഓഫ് കാണിക്കാൻ ചെയ്യുന്ന പോലെ പറയുന്നവരുണ്ട്. പക്ഷെ ആക്ച്വലി ഞാനത് ഷോ ഓഫ് കാണിക്കാൻ ചെയ്യുന്നതല്ല. പക്ഷെ ഞാനെന്ന വ്യക്തി കാണുന്ന ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അപ്പം അവരിൽ ഇതൊരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ, നമുക്കിതൊക്കെ പറ്റും, വീണ്ടും ഒരു ലൈഫ് നമുക്ക് തുടങ്ങാൻ പറ്റും. ഒരു ചാപ്റ്റർ ക്ലോസ് ആയെന്ന് വെച്ചിട്ട് അടുത്തൊരു ചാപ്റ്റർ നമുക്ക് തുറക്കാൻ പറ്റില്ല, അതോടെ നമ്മുടെ ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് ഇനിയും ആ പുസ്തകത്തിൽ ഇനിയും പല പാഠങ്ങളുണ്ട്. നമ്മളത് തുറന്നു പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ.
അപ്പം അങ്ങനൊരിത് സൊസൈറ്റിക്ക് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം. അല്ല, അതാണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിൽ പോയാലും ചിലപ്പോൾ അത് തന്നെയായിരിക്കും എൻ്റെ ഒരു മെയിൻ അജണ്ട. അപ്പൊ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ സാർ എന്തായിരിക്കും പറയുന്നത്, ഇങ്ങനെ ഒരു ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടിയാൽ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും സാറിന്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട്? ദേവേട്ടനും മക്കളും ഫുൾ സപ്പോർട്ടായിരിക്കും ഞാൻ എന്തിനും ഇറങ്ങി തിരിച്ചാലും. കാരണം ഇപ്പൊ അതെന്റെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പണ്ടൊന്നും എൻ്റെ ഫേസ്ബുക്കിലൊന്നും ഞാൻ ഡാൻസ് കളിക്കുന്ന ഫോട്ടോസോ അല്ലെ വീഡിയോസോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അതാണ് പെട്ടെന്ന് എന്നിലുള്ളൊരു ചേഞ്ച് വന്നപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താ യമുന ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ പെട്ടെന്ന്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ചൈൽഡ് ഉണ്ടായിരുന്നു, അതാണ് സത്യം. എല്ലാവരുടെ ഉള്ളിലും അതെ, എൻ്റെ ഉള്ളിൽ അത് ഒരുപാടുണ്ടായിരുന്നു. ഞാൻ അതിനെ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരുന്നതാ ശരിക്കും പറഞ്ഞ. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ലൈഫിൽ വന്നപ്പോഴാണ് എനിക്കത് പുറത്തെടുക്കാൻ പറ്റിയത്. അപ്പം ദേവേട്ടൻ എന്നോട് പറയുന്നത്, നീ എന്താണോ അങ്ങനെ തന്നെ നീ നിൽക്കണം, അങ്ങനെ ജീവിക്കൂ, അങ്ങനെ തന്നെ ജീവിക്കും. നിനക്കറിയാം ഇത്രയും വർഷം നീ 2 കുട്ടികളെയൊക്കെ വളർത്തി നീ ഈ ഇൻഡസ്ട്രിയിൽ യമുന റാണി എന്നൊരു പേര് ഒരു ഡിഗ്നിറ്റിയോടുകൂടി തന്നെ നീ ഇവിടം വരെ വന്നു. അപ്പം നിനക്കറിയാം നിനക്ക് എന്താണ് ലൈഫിൽ വേണ്ടത്. നിനക്ക് എന്താ ഒരു ഗോഡ് ഫാദറോ ഒന്നും ഇല്ലാതെ വന്നിട്ട് നീ ഇങ്ങനെ എത്തിയ ഒരാളാ. അപ്പം നിന്നെ ഞാൻ ഇനി ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിനക്കറിയാം നിന്റെ കാര്യങ്ങൾ സ്വന്തമായി കണ്ടക്ട് ചെയ്യാൻ നിനക്കറിയാം. നീ എന്ത് തീരുമാനിക്കുന്നോ അതിന് ഫുൾ സപ്പോർട്ട് ഞാനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏത് കാര്യത്തിലും. അപ്പം ഇപ്പൊ ഒത്തിരി ഇന്റർവ്യൂസിൽ നിങ്ങൾ ഒരുമിച്ചാണ് പങ്കെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ദേവേട്ട ഇല്ലാതെ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോ ഒരു എപ്പോഴും പറയുന്നത് ഒരുമിച്ചിരുന്നാലോ. ഓക്കെ, അപ്പൊ ബിഗ് ബോസിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ എന്തായിരിക്കും എക്സ്പീരിയൻസ്, 2 പേർക്ക് ഒരുമിച്ച് പോകാനൊരു? അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ, സത്യം. കാരണം ഞാൻ കുറച്ച് എന്താ പറയാ, കുറച്ച് സീരിയസ് ആണ്. എന്നുവെച്ചാൽ ഭയങ്കര സീരിയസ് എന്നുള്ളതല്ല, സീരിയസ് ആവേണ്ട കാര്യത്തിൽ സീരിയസ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കുട്ടിക്കളിയാണ്. അതെന്റെ മക്കൾക്കും ദേവേട്ടനും അറിയുള്ളൂ എൻ്റെ കുട്ടിക്കളി ശരിക്കും. പുറത്ത് ഞാൻ അത് കാണിക്കാറില്ല. കാരണം പുറത്ത് നമ്മളങ്ങനെ കാണിച്ചാൽ എല്ലാവരുടെ തലയിൽ കയറി ചെണ്ട കൊട്ടൂലേ. ഞാൻ പുറത്ത് ഭയങ്കര ബസ്സിലൊക്കെ പിടിച്ച് നിൽക്കും. പക്ഷെ ശരിക്കും ഞാൻ ഭയങ്കര കുഞ്ഞുകുട്ടിയുടെ ഒരു സ്വഭാവമുള്ള ഒരാളാണ്. പക്ഷെ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്തും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്തും എനിക്ക് ആ ഒരു മെച്യൂരിറ്റി വരാറുമുണ്ട്. ഞാൻ ബോൾഡുമാണ്. പക്ഷെ ആ ഒരു ഫേസ് മാത്രമേ പുറത്തുള്ളവരെന്നെ കണ്ടിട്ടുള്ളൂ. ഈ ഒരു ചൈൽഡിഷ് ഫേസ് എന്ന് പറയുന്നല്ലോ, ആ ഒരു ഫേസ് എൻ്റെ അച്ഛനറിയായിരുന്നു. പിന്നെ ദേവേട്ടൻ്റെ മക്കൾക്കും അതറിയാവുന്നത്. അപ്പം ഞങ്ങൾ 2 പേരോട് പോവുകയാണെങ്കിൽ ഞാൻ ഈ സീരിയസ് മാറ്ററൊക്കെ വരുമ്പോൾ വളരെ ബോൾഡായിട്ട് സംസാരിക്കുക എടുക്കുകയും ചെയ്യും. പക്ഷെ ആ സമയത്ത് ദേവേട്ടൻ തങ്കടിക്കും. ഇതായിരിക്കും ഉറപ്പായിട്ടും അങ്ങനെ. ഞങ്ങൾ ഇവിടെ തന്നെയാലും ഞാൻ വലിയ കാര്യത്തിൽ വലിയ സീരിയസ് മാറ്ററൊക്കെ സംസാരിക്കുന്നതിനിടെ കൂളായിട്ട് ഒന്ന് തగ్గടിച്ച് അതിനെ ഇല്ലാണ്ടാക്കി കളയും. എനിക്ക് ദേഷ്യം, ഇത്രയും കാര്യമായ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ. പുള്ളി അത് വേറൊന്നുമില്ല, അതിനെ ലൈറ്റ് ആക്കുന്നതാ. ഈ വിഷയം ഭയങ്കര വലുതാക്കാതെ പുള്ളി അതിനെ ലൈറ്റ് ആക്കുന്നത്. അപ്പം ഞങ്ങൾ 2 പേരോട് ഒരുമിച്ച് പോയ ഒരു രസം തന്നെ ആയിരിക്കും. ഞങ്ങൾ തന്നെ അടി കൂടും ചിലപ്പോൾ. അപ്പൊ ഇപ്പൊ പറഞ്ഞു ഇങ്ങനെ സീരിയസ് മാറ്ററിൽ സീരിയസ് ആവുന്ന ഒരു ക്യാരക്ടറാന്ന് പറഞ്ഞു. ഇൻ കേസ് ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ ഏത് ക്യാരക്ടർ ആയിരിക്കും കുറച്ച് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പോവും എന്ന തോന്നുന്ന ഒരു ക്യാരക്ടർ എന്തായിരിക്കും? എനിക്ക് കുറച്ച് മുന്നേ കാലം വരെ പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. ഷോർട്ട് ടെമ്പർ ആയിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ ചുമ്മാ കയറി ദേഷ്യപ്പെടുന്നില്ല. എന്തെങ്കിലും അത്രയും സീരിയസ് ആയ കാര്യം വന്നാൽ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ ഞാൻ പറയേണ്ട കാര്യം പറയും. പറയേണ്ട കാര്യമേ പറയുള്ളൂ കേട്ടോ. വേറെ ആരും ദേഷ്യം വന്നാൽ വായി തോന്നിയൊക്കെ പറയൂന്നല്ല ഞാൻ പറയുന്നത്. പറയേണ്ട കാര്യങ്ങൾ അത് സ്ട്രോങ് ആയിട്ട് ഞാൻ പറയും. പക്ഷെ ഇപ്പം അത് ഞാൻ കുറച്ചിട്ടുണ്ട്. ദേവേട്ടൻ്റെ എന്നെ ഇങ്ങനെ മാറ്റി 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 ദേവേട്ടൻ എന്നെ എടുത്തിട്ടുണ്ട്. അതെ അതെ, പാമ്പറിങ് തന്നെ ആയിരിക്കും. എനിക്ക് കുറേ മാറ്റം എനിക്ക് വന്നിട്ടുണ്ട്. ചിലപ്പം ബിഗ് ബോസിൽ പോയാൽ ചിലപ്പം ആ ഒരു സ്വഭാവമായിരിക്കും പൂർണ്ണമായി. ചിലപ്പോൾ ഈ അതിന് കണ്ടെടുത്തോളം ഇങ്ങനെ ഭയങ്കര ടെൻഷൻ വരുന്ന ഒരു ശരിക്കും അടച്ചിട്ട് ജയിലിനകത്ത് കിടക്കുന്ന പോലെ ഒരു ഫീല് തന്നെയാണത്. പുറം ലോകമായിട്ട് ബന്ധമില്ല. അപ്പൊ ചിലപ്പോൾ ഇത് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അതിനെ ഇങ്ങനെ അടിച്ചമർത്താനായിരിക്കും ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇപ്പൊ ബിഗ് ബോസ് കാണാറുണ്ടോ? ആക്ച്വലി ബിഗ് ബോസിന്റെ സീസൺസ് കാണാറുണ്ടോ? മുമ്പ് കാണുമായിരുന്നു. അതിലൊരു കണ്ടസ്റ്റന്റിനെ ഈ സീസണിൽ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ എന്റെ ഒരു വോട്ട് ചെയ്താൽ ഒരു കണ്ടസ്റ്റൻസ് തിരിച്ചു വരും, അങ്ങനെ ഉള്ള ആരെങ്കിലും മനസ്സിലായി? അങ്ങനെയൊന്നും ആരുമില്ല. എല്ലാവരും നമ്മുടെ പിന്നെ കൺഫ്യൂഷനാ. എല്ലാവരെയും ഒരുപാട് പേരെ എനിക്ക് അറിയാവുന്നവർ തന്നെയാണ് ഞാൻ പല സീസണിലും കണ്ടിട്ടുള്ളൂ. അപ്പം എനിക്ക് ഒരാളെ എങ്ങനെ പറയാൻ പറ്റും? അതൊരു കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ, കുഴപ്പം പിടിപ്പിക്കുന്നത്. അപ്പം ഒത്തിരി അധികം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്ത, അല്ലെങ്കിൽ കുറച്ച് നാളൊരു ഹാങ് ഓവർ നിന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കും അങ്ങനെ പറയുകയാണെങ്കിൽ? ജോലയായി എന്ന് പറഞ്ഞ സീരിയലിലെ ലിസി, വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത. മാനസിയിലെ പത്മിനി,
അത് കഴിഞ്ഞിട്ട് പിന്നെ അത്രയും ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത ക്യാരക്ടറാണ് ചന്ദനമഴയിലെ മധുമതി സീരിയലിൽ പറയുകയാണെങ്കിൽ. ഫിലിമിൽ അങ്ങനെ ഹാങ് ഓവർ ഒന്നുമില്ല, പക്ഷെ എനിക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റിയ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് ഫിലിമിൽ. ഒന്ന് പട്ടണത്തിൽ സുന്ദരനിലെ ഹനീഫിക്കയുടെ വൈഫായിട്ട്, പിന്നെ മീശമാധവനിൽ ദിലീപേൻ്റെ ചേട്ടത്തി ക്യാരക്ടർ, പിന്നെ മീരയുടെ ദുഃഖം മുത്തുവിൻ്റെ സ്വപ്നം അതിൽ ജഗതിച്ചേൻ്റെ പേരായിട്ട് ആ ഒരു പൃഥ്വിരാജിൻ്റെയൊക്കെ എന്താ അമ്മായി ക്യാരക്ടർ ത്രൂ ഔട്ട് ആ ഒരു ക്യാരക്ടറൊക്കെ, അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. പിന്നെ പകൽപൂരത്തിൽ കുറച്ച് പോർഷനേ ഉള്ളൂ, പക്ഷെ അത് ജനങ്ങൾക്ക് ഭയങ്കര മനസ്സിൽ കയറി. അത് ഇടയ്ക്കിടയ്ക്ക് ചിലരൊക്കെ എന്ന് പറയും എവനോട് ഒരു കുളിസീൻ എന്താ ടി വിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് വിളിച്ച് പറയും, ആകെ ഒരു ചെറിയ പോർഷനേ പടം തുടങ്ങുമ്പോൾ ഉള്ളൂ, പക്ഷെ അത് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ചെയ്ത കുറച്ചാണെങ്കിൽ കൂടിയും അത് ഓരോ എന്താ ആ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ജനങ്ങളുടെ മനസ്സിൽ കയറിയ കുറച്ച് കഥാപാത്രങ്ങൾ ഫിലിമിലും ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഈ സിനിമകളൊക്കെ വരുമ്പോൾ ആളുകൾക്ക് എന്നെ വിളിച്ചിട്ട് പറയും യോ നല്ല സീനായിരുന്നു അത്, നിങ്ങൾ ആ കോമഡിയൊക്കെ ചെയ്ത പട്ടണത്തിൽ സുന്ദരനിലേക്ക് പറയും. കുറച്ച് മുന്നേ കുളിസീന്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ തൊടറാണി എന്ന് പറഞ്ഞ ഒരു സംഭവം, അതെന്താണ് സംഭവം? അതിനെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ ആകാംക്ഷ. കുളിസീനും ചേർത്താണ് ഈ തൊടറാണി പറഞ്ഞ. അല്ല, ഈ കുളി വന്നപ്പോ അതിനിടയിൽ കൂടെ കയറി വന്നത് ആളുകൾ മുഴുവൻ ഇനിയിപ്പം പറയുന്ന കുളിസീനിൽ തുട കാണിച്ചോന്ന് ചോദിച്ചായിരിക്കും ഇനി വരാൻ പോണ ഈശ്വര. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് സ്ട്രെസ് കയറുമ്പോൾ ഈ തുടപ്പാടിൻ്റെ പണിയുന്നു വീട് മൊത്തം ക്ലീൻ ചെയ്യണി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഗിരീഷും ലക്ഷ്മി രജനിയൊക്കെ. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിൽ വരും. അപ്പം ഞങ്ങളിങ്ങനെ കൂടുതലും ഡിന്നറാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. അങ്ങനെ എല്ലാവരും ജോലിയൊക്കെ പകൽ ഒതുങ്ങിയിട്ട് രാത്രി എല്ലാവരും കൂടും, വീക്കെൻഡ്സ് ഒക്കെ അങ്ങനെ. അപ്പോഴും ഇങ്ങനെ ഈ കഴിക്കാൻ ഞങ്ങൾ ടേബിളിൽ ഇരിക്കുമല്ലോ, ഇരിക്കുമ്പോഴും കഴിച്ചിട്ടൊക്കെ ഞാനിങ്ങനെ ഈ വിളമ്പാനൊക്കെ ഭയങ്കര കൊടുക്കുക എടുക്കുക വിളമ്പുക അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം എല്ലാവരും ഇത് കഥയൊക്കെ വെച്ചിരിക്കുമ്പോൾ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇവരുടെ പാത്രം പൊക്കിയിട്ട് അവിടെ തുടയ്ക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് തന്നെ, ഇതിനൊക്കെ ഞങ്ങൾ എണ്ണിട്ട് പോണേ, അത് പറഞ്ഞാൽ പോരെ അപ്പോഴും ഞങ്ങൾ പോവാന്ന് പറയും. അങ്ങനെയൊക്കെ ഒരുപാട് അവർ കളിയാക്കി പറയുന്ന. അങ്ങനെ അവരിട്ട പേരാണ് എനിക്ക് തൊടറാണിയെന്ന്. എന്നിട്ട് ഇത് ഗിരീഷ്, ഞാനും എൻ്റെ ആളെന്ന് പറഞ്ഞൊരു ഷോ ഞാൻ ചെയ്തല്ലോ, ആ ഷോയിൽ അവൻ ഗസ്റ്റായിട്ട് വന്നിട്ട് ഇത് വിളിച്ച് പറയുകയും ചെയ്തു, ഞങ്ങൾ അവർക്ക് ഇട്ടിരിക്കുന്ന പേര് തൊടറാണി എന്നാണ്. ഞാൻ എന്താ വിചാരിച്ചത്, നമ്മളെ തമിഴ് ഫിലിമിലെ ഈ തൊട അഴകി ഇടുപ്പഴകി എന്നൊക്കെ പറയുന്ന പോലെ തൊട അഴകി അഴിക്കും ആ ഒരു ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇതാണ് തൊടറാണി. അപ്പൊ നമ്മളെ നേരത്തെ പറഞ്ഞ നാഗവല്ലിയുടെ പകുതി ആ സാധനം. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തെ ആളുകൾ വിചാരിക്കില്ലേ എനിക്ക് എന്തോ ഒരു തലയ്ക്ക് സുഖമില്ലാത്തയാന്ന്. ഈശ്വര പോവല്ലേ കഴിഞ്ഞു. എനിക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. ഒരടി ദൂരെ തന്നെയാണ്, പ്രശ്നമില്ല, എനിക്ക് ഇറങ്ങി ഓടാനുള്ള സൗകര്യം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളൊരു നോർമൽ ഫാമിലി ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് കറങ്ങാനൊക്കെ പോയി എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മള് ബിഗ് ബോസിൽ പോയി അവിടെ സ്ട്രെസ്ഫുൾ ആയിരിക്കും ഓഫ് കോഴ്സ്. അപ്പൊ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ആ ഒരു സ്ട്രെസ് ഒക്കെ മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു മൂവ്മെന്റ്സ് എങ്ങനെയായിരിക്കും? നിങ്ങൾ ബിഗ് ബോസിൽ നിന്ന് തന്നെ വിടൂലല്ലേ? ആക്ച്വലി ഇൻ കേസ് വല്ലതും അതിൽ ഇന്നായാലേ നമുക്ക് വേണമല്ലോ. എനിക്ക് ബിഗ് ബോസിൽ പോയാലും പോയില്ലേലും എന്റെ സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? തൂപ്പും തുടപ്പുക. എനിക്ക് സ്ട്രെസ് കൂടിയാൽ ഞാൻ വീട് മൊത്തം തൂത്തങ്ങ് തുടയ്ക്കും. അത് ചെറിയ തുടപ്പൊന്നുമല്ല, കട്ടിലൊക്കെ എടുത്ത് മറിച്ചിട്ട് സെറ്റിയൊക്കെ മറിച്ചിട്ട് വീട് മൊത്തം മറിച്ചിട്ട് നാഗവല്യ തുടപ്പില് നാഗവല്യം വീട്ടിലുള്ളവരെ കംപ്ലീറ്റ് വീടിന്റെ പുറത്ത് തുറക്കും. എന്താണെന്നറിയാ, തുടച്ചോണ്ടിരിക്കുമ്പോൾ അവരുടെ കാലം അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ അടയാളം വീഴൂലേ, ഇങ്ങനെ ഇങ്ങനെ പതിയുമ്പോൾ. അതുപോലും എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ നിങ്ങളെല്ലാം തുടങ്ങിയ സമയത്ത് പുറത്തിറങ്ങി മുറ്റത്ത് എവിടെയെങ്കിലും വയ്ക്കും, ഞാൻ തുടച്ച് ഉണങ്ങി കഴിയുമ്പോഴേ വന്ന് കയറാവും. അതിനങ്ങനെ വല്ല പേരാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതെങ്ങനെയായിരിക്കും ബിഗ് ബോസിൽ ചെല്ലുമ്പോ? ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ വല്ല സംഭവിച്ച തൂപ്പുടപ്പ് തന്നെ ആയിരിക്കും. അവർക്ക് പിന്നെ വേറെ ആരും ഞാൻ തുടയ്ക്കാൻ സമ്മതിക്കൂല. ഞാൻ രാത്രി 2 മണിക്കൊക്കെ എണ്ണിച്ച് തൂത്ത് തുടച്ചിട്ടുണ്ട്. ദൈവമേ, സ്ട്രെസ് കയറിയിട്ട്. ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്? ഈശ്വര, നാഗവല്ലി കയറിയാണോ? പേടിക്കണ്ട, തൂപ്പ് തുടപ്പല്ലോ, ആർക്കും ഉപദ്രവമല്ലല്ലോ, നല്ല കാര്യമല്ലേ. 2 മണിക്കല്ലേ? 2 മണിക്ക് ചെറിയ പ്രശ്നമുള്ളൂ കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പം എന്റെ കിളി പോയി. ഇല്ല. അപ്പം ഇങ്ങനെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ബിഗ് ബോസിൽ പോവാൻ ഞാൻ അതിൽ അർഹയാണ്, അല്ലെങ്കിൽ എന്റെ ക്യാരക്ടർ അതിന് ആപ്റ്റ് ആണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ അതിൽ പോയാൽ ഞാൻ വിജയിക്കും, ഞാൻ അതിനെ പറ്റിയൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് പോവാണെങ്കിൽ വിജയിച്ചിട്ടേ വരും, തോറ്റു കൊടുക്കില്ല. പിന്നെ ബാക്കിയുള്ള ഈശ്വരന്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈശ്വരൻ
മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പാതയിലൂടെ പോകുന്ന ഒരാളാണ്. എൻ്റെ തീരുമാനത്തിൽ ഒന്നും പോയതല്ല എൻ്റെ ലൈഫ്. അതെ, ഓരോ കാര്യങ്ങളും എൻ്റെ കരിയർ വന്നതായാലും എൻ്റെ ജീവിതമായാലും ബാക്കി എല്ലാം ഈശ്വരൻ്റെ ഒരു എന്താ പറയുക, മുന്നോട്ട് ഈശ്വരൻ ഇങ്ങനെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെന്ന് എത്തിപ്പെട്ടു അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. ഈശ്വരൻ അത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെന്നുപെടും, ഞാൻ പോയിരിക്കും. പോവുകയാണെങ്കിൽ കപ്പടിക്കും എന്ന് തന്നെയാണ്, അടിച്ചിട്ടേ വരൂ എന്നുള്ളതാണ് എൻ്റെ ഒരു 100 ദിവസം അവിടെ തികച്ച് കപ്പടിക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പോലുള്ള സ്ത്രീകൾക്കും കപ്പടിക്കാൻ പറ്റും എന്നൊന്ന് കാണിച്ചു കൊടുക്കണം. നമുക്കും പറ്റും. എന്തും തീരുമാനിച്ച് ഉറപ്പിച്ച് നമ്മൾ ഇറങ്ങിയാൽ നമ്മളെ കൊണ്ട് നേടാൻ സാധിക്കാത്തതായി ഒന്നുമില്ല എന്നൊന്ന് കാണിച്ചു കൊടുക്കണം എല്ലാവരെയും എന്നുള്ളൊരിതുണ്ട്. ബാക്കിയൊക്കെ ഈശ്വരൻ്റെത്. ഒത്തിരി വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോടാണ് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നത്. അതാ പറഞ്ഞത്, എനിക്ക് അവരുടെ ആ സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് ഈ പറഞ്ഞ കണക്ക് ഇന്നും ഞാനിവിടെ നിന്ന് പോകുന്നത്. എൻ്റെ കഴിവോ ഒന്നുമല്ല. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനത്തെ ഒരു അങ്ങനെയാണ്. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് ശരിക്കും പറഞ്ഞു. ഈ അഭിനയം ഇല്ലെങ്കിൽ ടോട്ടലി ഞാൻ ഷൂട്ടിങ്ങിന് പോകുന്ന ആ സമയം, ആ ഷൂട്ടിംഗ് ടൈം ഒഴിച്ചാൽ ഞാൻ പിന്നെ നോർമൽ ഒരു വീട്ടമ്മയാണ്. രാവിലെ ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇളയ മോളെ സ്കൂളിൽ കൊണ്ടുവിടുക, ലഞ്ച് ഉൾപ്പെടെ ഉണ്ടാക്കി അവളെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് നേരെ ഇവിടുന്ന് ഞാൻ പോയി മരുതൻകുഴി മാർക്കറ്റിൽ നിന്ന് മീൻ മേടിക്കുക എന്ന് പറഞ്ഞാൽ ബാർഗെയിനിങ്ങിൻ്റെ അങ്ങേ അറ്റമാണ്. ആ മരുതൻകുഴി മാർക്കറ്റിലുള്ള അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അപ്പം ഞാൻ പറയുന്ന എടുത്ത് വയ്ക്കുമ്പോൾ ഞാൻ പറയും, ഷൂ 2 കൂടെ 100 രൂപ ഒരെണ്ണത്തിനോ പറ്റും, ഒരെണ്ണം കൂടെ എനിക്ക് 2 പെൺമക്കളാണ്, നിങ്ങൾ ഇങ്ങനെ കാണിക്കരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ മീൻ. അപ്പം ഇപ്പം ഞാൻ 10 വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് മീൻ വെക്കുമ്പോഴേ പറയും, ചേച്ചി കഥ പറയണ്ട, 2 പെൺമക്കളല്ലേ, 2 കൂടുതൽ വെച്ചിട്ടുണ്ട്, ഇനി പറയണ്ട. അപ്പൊ അതാണ് എൻ്റെ ലൈഫ്. വരിക, ഈ ചോറും കറികളൊക്കെ വെച്ച് ചേട്ടനും മക്കൾക്ക് കൊടുത്തിട്ട് അവർ കഴിച്ചിട്ട് കൊള്ളാമ്മ, ഇന്ന് അടിപൊളിയമ്മ, ഇത് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതെനിക്ക് വേറെ ഒന്നിനും കിട്ടൂല. അതാണ് എൻ്റെ ഇഷ്ടവും, അതാണ് ഞാൻ. ആ ഒരു സാധാരണ ലൈഫ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും മനസ്സിലായില്ലേ, ഇതാണ് ഞാൻ. എനിക്ക് എൻ്റെ ജോലിയാണ് അഭിനയം. ഞാൻ അതിനെ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ ജോലിയാണ് അഭിനയം, അഭിനയമല്ല എൻ്റെ ജീവിതം. ഞാനൊരു സാധാരണ സ്ത്രീ, സാധാരണ വീട്ടമ്മ. എല്ലാവരും മറ്റേ ബാങ്കിൽ പോയി ജോലി ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന പോലെയോ മറ്റെന്ത് ജോലി ചെയ്യുന്ന പോലെയോ എൻ്റെ ജോലി അഭിനയം. ആ ഒരു വ്യത്യാസം മാത്രമേ എൻ്റെ ലൈഫിലുള്ളൂ. ആ ജോലിയിൽ തുടർന്ന് ഇന്നും ആ വന്ന സമയത്ത് ആ ഒരു ഇതോടുകൂടി ഇന്നും നിൽക്കുന്നത് എൻ്റെ ഈ പ്രേക്ഷകരുടെ സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയാണ്. അപ്പോൾ അതിന് ബിഗ് ബോസിൽ പോയാലും ശരി പോയില്ലേലും ശരി, എന്താ പറയുക, അവരുടെ ആ സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് എനിക്ക് എന്നും വേണ്ടത്. ഇപ്പോൾ ബിഗ് ബോസിനകത്ത് ഞാൻ ഇത്രയും സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും എനിക്ക് ഉള്ളൊരു വ്യക്തിയാണ് ജനങ്ങളുടെ. അപ്പോൾ ഉള്ളിലേക്ക് കയറിയാലും തിരിച്ചിറങ്ങുമ്പോഴും ബിഗ് ബോസ് അറിയാമല്ലോ, ഞാൻ പോണു എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ ഒരുപാട് ഈ ടെൻഷനും പ്രശ്നവും ഉള്ള ഒരു ഇതാണ്. മനുഷ്യരാണ്, ചിലപ്പം തെറ്റുകളൊക്കെ പറ്റാം. നമ്മളതിനെ തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്തുമ്പോഴാണ് നമ്മൾ മനുഷ്യത്വം ഉണ്ടാകുന്നത് നമുക്ക്. എന്ന് പറയുന്ന കണക്ക് ഞാനും ഒരു സാധാരണ ഒരു സ്ത്രീയാണ്, മനുഷ്യ ജന്മമാണ്. ചിലപ്പം ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും എൻ്റെ പ്രവൃത്തിയിൽ ഒരു ചെറിയ തെറ്റോ എന്തെങ്കിലും വന്നാലും എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും ഒന്നും ഒരിക്കലും എനിക്ക് നഷ്ടമാവരുത്. അതെനിക്ക് എന്നും വേണം. അറിയാതെ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായാലും ഒരു അറിയാതെ സംഭവിച്ചതായിട്ട് നിങ്ങൾ എനിക്ക് എന്നോട് ക്ഷമിക്കണം. ഈ സ്നേഹത്തിലൊന്നും ഒരു കുറവും വരരുത്. ഇനിയും എൻ്റെ ഈ ജന്മം തീരുന്നത് വരെ നിങ്ങളുടെ മുന്നിൽ പല കഥാപാത്രങ്ങളായി ഇവിടെ തന്നെ ഞാൻ ഉണ്ടാവും. കാരണം എനിക്ക് മറ്റൊരു ജോലി അറിയത്തില്ല, ഇത് മാത്രമേ അറിയത്തുള്ളൂ. ഈ ക്യാമറയുടെ മുമ്പിൽ ഓരോ കഥാപാത്രങ്ങളായി വന്ന് ആ ജോലിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, ഞങ്ങളെല്ലാം സന്തോഷമായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു സ്നേഹവും സപ്പോർട്ടും എന്നും വേണം എനിക്ക്. നന്ദി. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.